ഹായ് നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ പ്രായമായ ആൾക്കാർക്കും സ്ത്രീകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മസിൽ സ്ട്രെങ്തനിങ് വ്യായാമങ്ങളാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഷോൾഡർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനുള്ള വ്യായാമങ്ങളാണ്. മിക്കവാറും നമുക്ക് പ്രായമായി വരുന്തോറും നമ്മുടെ ഈ ഷോൾഡറിൻ്റെയൊക്കെ സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. കൈകൾ ഉയർത്താൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്ന വ്യായാമങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. മസിൽസൊക്കെ നല്ല സ്ട്രോങ് ആവുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് 2 മിനറൽ വാട്ടറിൻ്റെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കാം. അതിനുശേഷം നമുക്ക് ഈ വ്യായാമങ്ങൾ ചെയ്യാം. മസിൽ സ്ട്രെങ്തനിങ് വ്യായാമങ്ങളാണ്. അപ്പം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട വ്യായാമം എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കസേരയിലോ ഇതേപോലെ ഒരു ടീപ്പോയിലോ എവിടെയെങ്കിലും ഇരിക്കാം. നടുവൊക്കെ നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. അതിനുശേഷം നിങ്ങൾ 2 കുപ്പിയിൽ വെള്ളം നിറച്ച് ഇതേപോലെ നിങ്ങൾക്ക് തലയുടെ മുകളിലായിട്ട് ഉയർത്താവുന്നതാണ്. ഇതേപോലെ ഞാൻ ഈ ചെയ്യുന്നത് സൂക്ഷിച്ച് നോക്കുക. സാവധാനം താപ്പോട്ട് കൊണ്ടുവരിക. നിങ്ങളുടെ ഒരു ചെസ്റ്റ് ലെവൽ വരെ നിങ്ങൾക്ക് താഴോട്ട് കൊണ്ടുവരാം. വീണ്ടും അപ്പ് ചെയ്യുക, താഴോട്ട് കൊണ്ടുവരാം. വളരെ സാവധാനത്തിൽ നിങ്ങൾ ചെയ്താൽ മതിയാകും. നമ്മൾ താഴോട്ട് നമ്മുടെ ആ ഒരു വെയിറ്റ് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുക. ബ്രീത്ത് ഇൻ അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങളൊരു 10 പ്രാവശ്യം വെച്ചിട്ട് ഒരു 3 തവണ ആവർത്തിക്കുക. പ്രായമായി വരുന്തോറും നമ്മുടെ എല്ലുകളുടെയൊക്കെ ബലമൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇതേപോലുള്ള വെയിറ്റ് ട്രെയിനിങ്ങുകളൊക്കെ ചെയ്തിരിക്കണം. നിങ്ങളുടെ കയ്യിൽ ഡമ്പലൊന്നും കാണില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ചെയ്യാനായിട്ട് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ വ്യായാമത്തിലോട്ട് പോകാം. രണ്ടാമത്തെ വ്യായാമം ചെയ്യാനായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാം. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്നത് പോലെ കൈകൾ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരിക. 2 കുപ്പികളും ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു വ്യായാമം ചെയ്യുന്നതിനുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഷോൾഡറിൻ്റെ ഇന്നർ ഭാഗം നല്ല രീതിയിൽ ആക്ടിവേഷൻ ആകും. ഓക്കെ, അവിടത്തേക്ക് ആ ഒരു സ്ട്രെങ്തൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ ഇതേണക്ക് ചേർത്ത് പിടിക്കുക. അതിനുശേഷം വളരെ സാവധാനത്തിൽ ഇത്ര മാത്രം നിങ്ങൾ ഉയർത്തുക. അതേ കണക്ക് നിങ്ങളുടെ കൈമുട്ട് ഒരു അല്പം ബെൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കരുത്. കൈമുട്ട് ഒരല്പം ബെൻഡ് ചെയ്ത് നിങ്ങൾ ഉയർത്തുക. ഇതേപോലെ നിങ്ങളൊരു 10 പ്രാവശ്യം വെച്ചിട്ട് ഒരു 3 തവണ ആവർത്തിക്കുക. താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക. ഇതേപോലെ ഉയർത്തുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇതേപോലെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഈ ഒരു വ്യായാമങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മസിൽസിൻ്റെ ആരോഗ്യം വർദ്ധിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഷോൾഡർ പെയിൻ, മസിൽ പെയിൻ ഒക്കെ നല്ല രീതിയിൽ മാറിക്കിട്ടുന്നതായിരിക്കും. നമ്മൾ എപ്പോഴും വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് ഫോക്കസ് ചെയ്യുക. പ്രായമായി എന്നൊന്നും കരുതിയിട്ട് നിങ്ങൾ മാറിയിരിക്കരുത്. മൂന്നാമത്തെ വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതിനൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാം. സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം 2 കൈകളിലായിട്ട് ഇതേപോലെ കുപ്പിയിൽ വെള്ളം നിറച്ച് സാവധാനത്തിൽ ഇതേപോലെ മുകളിലോട്ട് ഉയർത്തുക. ഇത്ര മാത്രം. സാവധാനം താഴോട്ട് കൊണ്ടുവരിക. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരുപാട് പൊക്കാനായിട്ട് ശ്രമിക്കേണ്ട. നിങ്ങൾ ഞാനൊന്നുകൂടെ കാണിച്ചു തരാം. നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം ഇതേപോലെ നിങ്ങളുടെ എൽബോ ഒരു അല്പം വളഞ്ഞ് നിങ്ങളുടെ എൽബോ ഇങ്ങനെ ഇത് കണക്ക് വളഞ്ഞ് നിങ്ങളുടെ കൈകൾ ആ ഒരു കുപ്പിയും വെള്ളം നമ്മുടെ ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. ഓക്കെ, ഇതേ കണക്ക് നമുക്ക് ചെയ്യാം. ഇതേപോലെ സാവധാനം എൽബോ വളച്ച് എൽബോ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത്ര മാത്രം ഉയർത്താം. ഇത് വളരെ നല്ല ഒരു വ്യായാമമാണ്. നിങ്ങളുടെ സൈഡ് ഷോൾഡറിനെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു എക്സസൈസാണിത്. അപ്പോൾ ഇത് നിങ്ങളൊരു 10 പ്രാവശ്യം വെച്ചിട്ട് 3 തവണ ആവർത്തിക്കുക. മറക്കാതിരിക്കുക. താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക. അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതേപോലെ ഒരുപാട് സ്പീഡിൽ ചെയ്യരുത്. ഞാൻ ഈ ചെയ്യുന്ന പോലെ സാവധാനം കൺട്രോൾ ചെയ്ത് മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. നാലാമത്തെ വ്യായാമത്തിലോട്ട് നമുക്ക് പോകാം. നാലാമത്തെ വ്യായാമം ചെയ്യാനായിട്ട് ഇതേപോലെ കുപ്പിയിൽ വെള്ളം നിറച്ചെടുക്കാം. ഇതേപോലെ എടുത്തതിന് ശേഷം നിങ്ങളുടെ തലയ്ക്ക് മുകളിലായിട്ട് ഇതേ കണക്ക് ഉയർത്തിപ്പിടിക്കുക. ഞാൻ ഈ ചെയ്യുന്ന കണക്ക് കൈകൾ പതുക്കെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇതേപോലെ കൊണ്ടുവരിക. നിങ്ങൾക്ക് ബോട്ടിൽസ് കൂട്ടിമുട്ടിക്കാം. ഇതേപോലെ ഉയർത്തിയതിന് ശേഷം പതുക്കെ എൻ്റെ എൽബോ ബെൻഡാവുന്ന നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. ഒരു ചെറിയായിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്തുകൊണ്ട് ഇതേ കണക്ക് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. വേറൊരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. ഇതേപോലെ ഉയർത്തുക. അതിനുശേഷം നിങ്ങൾ എൽബോ പതുക്കെ ബെൻഡ് ചെയ്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും തിരിച്ച് അതേ മൂവ്മെൻറ്റ് തന്നെ ചെയ്യുക. ഇത് നല്ല ഒരു വ്യായാമമാണ്. അപ്പോൾ ഇത് നിങ്ങളൊരു 10 പ്രാവശ്യം വെച്ചിട്ട് 3 തവണ ആവർത്തിക്കുക. ഇതേപോലെ ചെയ്യുക. താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക. മുകളിലോട്ട് പോകുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഞാൻ ബ്രീത്തിങ് ഉൾപ്പെടെയാണ് പറഞ്ഞു തരുന്നത്.
അപ്പോൾ ഒരുപാട് പേര് എനിക്ക് കമൻറ്റ്സ് തരുന്നുണ്ട്, നമ്മൾ കാണിച്ചു കൊടുക്കുന്ന വ്യായാമങ്ങൾ എല്ലാവർക്കും പ്രയോജനം കിട്ടുന്നെന്നും പറഞ്ഞിട്ട്. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് പ്രയോജനം കിട്ടട്ടെ, നിങ്ങളുടെ ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ ആകട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് വ്യായാമങ്ങൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി അടുത്ത വ്യായാമത്തിലോട്ട് പോകാം. നിങ്ങൾ കസേരയിൽ ഇരുന്നതിന് ശേഷം മുമ്പോട്ട് ഇതേപോലെ ഒരല്പം ബെൻഡ് ചെയ്യുക. ബെൻഡ് ചെയ്തിരുന്നതിന് ശേഷം നമുക്ക് ഇതേപോലെ ഉയർത്താം. വെയിറ്റ് ഇത്രമാത്രം കണ്ടില്ലേ, ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുക. ബെൻഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. നൈസ്. ഇതേ കണക്ക് ചെയ്യുക. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ബാക്ക് വശം, ഡെൽറ്റോയിൻ്റെ ബാക്ക് വശത്തെ മസിൽസിന് സ്ട്രെങ്തൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ബെൻഡ് ചെയ്യുക, അപ്പ് ചെയ്യുക, ഇത്രമാത്രം അപ്പ് ചെയ്യുക. എൻ്റെ കൈമുട്ട് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളുക. ഇത് കണക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ 10 പ്രാവശ്യം വെച്ചിട്ട് 3 തവണ ആവർത്തിക്കുക. താഴോട്ട് വരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക. ഇതേപോലെ അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇനി നമ്മുടെ ഫൈനൽ വർക്കൗട്ടിലുണ്ടാവും. ഫൈനൽ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഷ്രഗാണ്. ഷ്രഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ട്രപ്പീസിയസ് മസിൽസിന് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് കഴുത്ത് വേദനയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും. അതിന് നിങ്ങൾ കുപ്പി ഇതിനൊക്കെ ഹാങ് ചെയ്യാം. നമുക്ക് പതുക്കെ നിങ്ങളുടെ ഷോൾഡർ ഭാഗം മുകളിലോട്ട് ഉയർത്തി കൊടുക്കുക. ഇതേപോലെ ഞാൻ ഈ ചെയ്യുന്നത് പോലെ കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾ ഉയർത്തി കൊടുക്കുക. ഒന്ന് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം പതുക്കെ താഴോട്ട് കൊണ്ടുവരിക. നൈസ്. ഉയർത്താം, പതുക്കെ താഴ്ത്താം. അപ്പം ഈ ഒരു വ്യായാമവും നിങ്ങൾ 10 എണ്ണം വെച്ചിട്ട് ഒരു 3 തവണ ആവർത്തിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷോൾഡറിൻ്റെ എക്സസൈസുകൾ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു മസിൽ സ്ട്രെങ്തനിങ് വർക്കൗട്ട് ഇനി ഞാൻ കാണിച്ച് തരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഏത് മസിൽ സ്ട്രെങ്തനിങ് ആണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഇത് വർക്കൗട്ട് കാണിച്ചു തരാം. അത് ഞാൻ പറഞ്ഞു തരുന്ന വർക്കൗട്ടുകൾ കറക്റ്റ് രീതിയിൽ, കറക്റ്റ് മെത്തേഡിൽ, കറക്റ്റ് ഫോമിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ബ്രീത്തിങ്ങിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീട്ടിൽ ഫോളോ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് വെയിറ്റുകളൊന്നും എടുത്ത് ഉയർത്താനായിട്ട് ശ്രമിക്കേണ്ട. വളരെ ചെറിയ വെയിറ്റിൽ നമുക്ക് വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്